ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്രസീൽ ടീമുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. ബ്രസീൽ സെപ്റ്റംബർ മാസത്തിൽ 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് കളിക്കുന്നത്. ഈ 2 മത്സരങ്ങൾക്ക് ശേഷം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. ഒരു മത്സരവും ബ്രസീലിൻ്റെ ഹോം ഗ്രൗണ്ട് മത്സരമാണ്. മാറക്കാനയിലാണ് ഈ ഒരു മത്സരം വരുന്നത്. ബ്രസീൽ വേഴ്സസ് ചിലി മത്സരം സെപ്റ്റംബർ 5-നാണ് ഈ ഒരു മത്സരം വരുന്നത്. പിന്നീട് സെപ്റ്റംബർ 10-ന് ബ്രസീൽ ബൊളീവിയയെ നേരിടും. ഇപ്പോൾ ഇതാ ഈ ഒരു മത്സരത്തിൻ്റെ സ്കോഡ് ഇന്ന് അനൗൺസ് ചെയ്യും. ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ ടൈം വൈകിട്ട് 3:30-ക്കാണ് ഈ സ്കോഡ് ആഞ്ചലോട്ടി അനൗൺസ് ചെയ്യുക. ഇന്ത്യൻ ടൈം ഇന്ന് രാത്രി 12 മണിക്കാണ് ഈ സ്കോഡ് അനൗൺസ് ചെയ്യുക. ഇപ്പോൾ ഇതാ ESPN ബ്രസീൽ സ്കോഡ് അനൗൺസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു, ബ്രസീലിൻ്റെ പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളെയും ആഞ്ചലോട്ടി ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കില്ല എന്നാണ് ഇപ്പോൾ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഞ്ചലോട്ടിക്ക് വ്യക്തമായ പ്ലാനിങ്ങുകളുണ്ട്. ബ്രസീൽ ടീം ഇതിനോടകം വേൾഡ് കപ്പ് ക്വാളിഫയർ വിജയിച്ചുകൊണ്ട് വിജയിച്ച് ക്വാളിഫിക്കേഷൻ ഉറപ്പിച്ചുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ബ്രസീലിയൻ ലോക്കൽ പ്ലേയേഴ്സിന് ഈ 2 മത്സരങ്ങളിൽ ചാൻസ് കൊടുക്കുവാനാണ് ആഞ്ചലോട്ടി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എതിർ മിലിറ്റാവോ, റോഡ്രിഗോ, വിനീഷ്യസ് എന്നിവർ ഈ സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ESPN റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്മറിൻ്റെ കാര്യത്തിൽ സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നുള്ള കാര്യം ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവരൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആഞ്ചലോട്ടി മോർ ലോക്കൽ പ്ലേയേഴ്സിനെ ടെസ്റ്റ് ചെയ്യുവാനാണ് ആഞ്ചലോട്ടി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രസീൽ ലീഗിലുള്ള ഒരുപാട് താരങ്ങളെ ഈ സ്ക്വാഡിലേക്ക് എടുക്കുവാനാണ് ആഞ്ചലോട്ടി ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നാണ് ബ്രസീലിൻ്റെ സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ ടൈം 3:30-ക്കാണ് സ്കോർ അനൗൺസ് ചെയ്യുന്നത്. ഇന്ത്യൻ ടൈം ഇന്ന് രാത്രി 12 മണിക്കാണ് സ്കോർ അനൗൺസ്മെൻറ്റ്.